കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നപ്പോൾ നമുക്കൊക്കെ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ശബരിമല പറയുന്നു കെ ജയകുമാറിനേക്കാൾ എന്തുകൊണ്ടും ആരാധ്യരും അതോടൊപ്പം തന്നെ സത്യസന്ധരുമാണ് വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരുമെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒക്കെ ഏത് തീരുമാനവും നിലപാടും എടുക്കുന്നത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ്. അതിനുള്ള അറിവും വിവരവും മാത്രമേ അവർക്കുള്ളൂ എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മതത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുള്ള അവരുടെ ധാരണയെക്കുറിച്ചും നമുക്ക് നല്ല ബോധ്യമുണ്ട്, തെറ്റിദ്ധാരണയില്ല. എന്നാൽ അതുപോലെയാണോ കെ ജയകുമാർ? റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ, മുൻ ചീഫ് സെക്രട്ടറി, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ സ്ഥാപിതമായ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ, കവി, ഗാനരചയിതാവ്, ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ പരിഭാഷകൻ, കേരളത്തിലെ സാംസ്കാരിക നായകരുടെ മുൻനിരയിലുള്ള വ്യക്തി. ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ശബരിമലയെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ, അതല്ലെങ്കിൽ ഈ യുവതീ പ്രവേശനം സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും അതേ നിലവാരത്തിലാണെങ്കിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് വിദ്യയും സംസ്കാരവും അറിവും എല്ലാമാണ്. നമുക്കറിയേണ്ടത് കെ ജയകുമാർ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ യുവതീ പ്രവേശനത്തിലുള്ള തീരുമാനം ഭരണഘടനയുടെ വെളിച്ചത്തിലാണോ, അതായത് ഭീതിയും പ്രീതിയുമില്ലാതെ എടുത്തൊരു തീരുമാനമാണോ? അതെടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമോ അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായ ഔന്നത്യമോ എന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതല്ലാത്ത പക്ഷം മലയാളിക്ക് ഏറ്റവും സ്വീകാര്യമായത് വെള്ളാപ്പള്ളി നടേശനെയും ജി സുകുമാരൻ നായരെയുമാണ്. കാരണം അവരെ നമുക്ക് പേടിക്കേണ്ടതില്ല, അവരെങ്ങനെ പെരുമാറും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിശ്ചയമുണ്ട്. അതായത് കുഴി പോലെയാണ്, നമുക്കതിനകത്ത് വീഴാൻ താല്പര്യം ഇല്ലെങ്കിൽ മാറി നടക്കാൻ പറ്റും. പക്ഷേ വാരിക്കുഴി അതുപോലെയല്ല, വീണ് കഴിഞ്ഞാലായിരിക്കും കെണിയിൽപ്പെടുന്നത് അറിയുന്നത്.